ബാവട്ടാ, ഇത് ഓണത്തിന് നാട്ടിൽ നിന്ന് മേടിച്ചിട്ട് കൊണ്ടുവന്ന ഡ്രസ്സ്. പക്ഷെ ഓണത്തിന് ഇങ്ങനെ ഇട്ടു. ഓക്കെ. നിങ്ങൾക്ക് ഇതിനെന്തെങ്കിലും അപാകത കാണുന്നുണ്ടോ? അപാകത കുറച്ച് താവ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. താവ് ശരിക്കും കൂടുതലല്ല, അത് അവരെ ഒരു സ്റ്റൈല് വെച്ചാൽ ഇത് ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ നിൽക്കണം, അതാണ് അതിൻ്റെ കണക്ക്. പക്ഷെ നമ്മൾ ഇട്ടിട്ട് കഴിയുമ്പോൾ ഈ ഫ്രണ്ടിൽ തൂങ്ങുന്ന പോലെ ഉണ്ട്. അപ്പം അത് കട്ട് ചെയ്തിട്ട് ശരിയാക്കണം. പിന്നെ കൈ കുറച്ച് ലൂസ് ഉണ്ടെന്ന് അല്ലേ? ബീനും ഒന്ന് അടിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയിലേക്ക് പോയേക്കാം. അപ്പോൾ ബാവട്ടാ, ഈ ഡ്രസ്സ് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വെച്ചത് നോക്കുന്ന സമയത്ത് ഒരപാകതയും ഇല്ല. ഞാൻ നേരത്തെ ഇട്ടിട്ട് കാണിച്ചിട്ടേ അതേപോലെ ഇത് കറക്റ്റാണ് ഈ ഒരളവ്. പക്ഷെ നമ്മൾ നടുക്കുന്ന് കുറച്ച് കട്ടാക്കേണ്ടി വരും. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ ചെറുതായിട്ട് വരച്ചിട്ടുണ്ട്. ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അപ്പം അതിലേ കൂടി കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്തു. ഇവിടെ സെൻറ്ററിൽ താഴേക്ക് വന്നിട്ടല്ലേ ഉണ്ടായിന്, ഇങ്ങനെ ഇന്നലെ കണ്ടിട്ടേ. അപ്പോൾ ഇതിപ്പോൾ കട്ട് ചെയ്തു. ഓക്കെ ആയി തോന്നുന്നു. അപ്പം ഇനി സ്റ്റിച്ച് ചെയ്യുന്നത് ചെയ്യാം. അപ്പം ഇതിൽ നൂലെല്ലാം ഓൾറെഡി കയറ്റിയിട്ട് വെച്ചു, എല്ലാം ഇതാക്കിയിട്ട് വെച്ചു. പിന്നെ ഈ സാധനം നമുക്ക് കരയടിക്കേണ്ട പോലത്തെ രീതിയിലുള്ളതാണ് ഇട്ടിട്ടുള്ളത്. അപ്പം അതിലിപ്പോൾ തുണി വെക്കാനൊരു പ്രത്യേക രീതിയുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് തുണി വെക്കേണ്ടത്, ഇതിങ്ങനെ മുകളിലേക്ക് കയറുന്ന പോലെ. മാത്രമല്ല സ്റ്റിച്ചിങ്ങിൻ്റെ ഇത് സിഗ്സാഗ് ഇതാക്കി വെക്കണം. ഇങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് നമ്മളെപ്പോഴും കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് കൊടുത്ത് വെക്കണം, അതുപോലെ. അപ്പോൾ ഇത് പുറകിൽ ഇതേപോലെ വരും സ്റ്റിച്ചിങ്. അപ്പോൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടാകുമ്പോഴുള്ളത്. ഉണ്ടാ. അപ്പോൾ ഇത് ഞാൻ ഇട്ട് കാണിച്ചു തരാം. പിന്നെ ഇവിടെ സെൻറ്ററിൽ താഴേക്ക് ഇങ്ങനെ നിലത്ത് മുട്ടുന്നുണ്ടായിനി. അപ്പോൾ അത് കുറച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കി. ഇങ്ങനെ പിടിച്ചാൽ കണ്ടാ, ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അടിയിലുള്ള ലൈനിങ് കാണുന്നത്. ഞാൻ അതിൻ്റെ ഷേപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഓക്കെ അല്ലേ? ബാക്കിലും